നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനും ഒരുപക്ഷെ ഇതിന്റെ ആശയങ്ങൾ കഴിഞ്ഞ 2-3 മാസമായി തുടങ്ങി വയ്ക്കുന്നു. പ്രാവർത്തികമാവുക എന്നത് ഈ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും. ഇതിന്റെ വെളിച്ചത്തിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പ്രചരണം വന്നു ചേരുവാനും അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരും. അതിലുപരി പണം മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ടും പിന്മാറേണ്ടതാണ്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നത് ഗുണകരമായി തീരും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അപേക്ഷകൾക്ക് അനുമതി ലഭിക്കുവാനും 4 മാസത്തിന്റെ ഉള്ളിൽ അവിടെ എത്തിച്ചേരണം എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള ഒരു ജോലി സ്ഥലത്ത് തന്നെ രാജിക്കത്ത് നൽകുവാനും ഇടയുണ്ട്. കാലത്തിനനുസരിച്ച് പരമ്പരാഗത പാരമ്പര്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും ആധുനിക സംവിധാനം അവലംബിക്കുവാനും അവസരം വന്നു ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ പലവിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അതിനെല്ലാം തന്നെ സമന്വയിപ്പിക്കുവാനൊരു യുക്തി ചിന്തകളെല്ലാം വന്നു ചേരുവാൻ ഇടയുണ്ട്. സംസ്കാര ശൂന്യരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്നും നിർബന്ധപൂർവം പിന്മാറുവാൻ ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ജോലിയോടൊപ്പം ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനിക്കുവാനിടയുണ്ട്. ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളാൽ മനോധൈര്യം വീണ്ടെടുക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ യോഗം കാണുന്നു. സങ്കല്പങ്ങളും ഭാവനകളും യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ ഒഴിവാക്കി അനുകൂലമായിട്ടുള്ള ചിന്താഗതികളും സാഹചര്യങ്ങളും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ അബദ്ധങ്ങൾ ചെന്ന് ചാടാതെ എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം ഒരുപക്ഷെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളാവാം, ഈശ്വര പ്രാർത്ഥനകളാവാം. ഇതെന്നെല്ലാം തന്നെ ഉദ്ധരിക്കുവാനും രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി തന്നെ ഒരു ഉദ്യോഗം ലഭിക്കും. നാഡി നീർദോഷ കഫരോഗ പീഡകൾക്ക് യോഗം പ്രാണായാമവും പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകളൊക്കെ വേണ്ടിവരുവാൻ യോഗം കാണുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. കലാ, സാഹിത്യം, കായികം, ഭാരതീയ ശാസ്ത്രങ്ങൾ തുടങ്ങിയവർ കൈകാര്യം ചെയ്യുന്നവർക്ക് ശാസ്ത്രീയമായി തന്നെ അവലംബിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി സർവർക്കും സ്വീകാര്യത വന്നു ചേരുവാൻ ഇടയുണ്ട്. അസുലഭ നിമിഷങ്ങൾ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. കീഴ്വഴക്കം മാനിച്ച് മേലധികാരികളൊക്കെ തൃപ്തികരമാകും വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി പ്രവൃത്തി പരിചയം നേടുവാനും ഭാവിയിലേക്ക് മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ഉന്നത പദവിയോടുകൂടി തന്റെ ഉദ്യോഗത്തിന് വഴിയൊരുക്കുവാനും ഈ തൊഴിൽ മേഖലകളെല്ലാം ഉപകരിക്കുവാനും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.
മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത പക്ഷം മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. എന്നാൽ 3-4 മാസത്തേക്ക് നിലവിലുള്ളതിൽ രാജിക്കത്ത് നൽകിയാൽ അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അതായത് ജോലി ഉപേക്ഷിക്കാതെ അപേക്ഷകൾ നൽകുകയാണ് ഏറ്റവും നല്ലത്. മറ്റു ചിലർക്ക് ഒരുപക്ഷെ ഈ ജോലിയോടൊപ്പം തന്നെ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുമെങ്കിൽ പോലും തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുക വളരെ കുറവായിരിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാകുവാനും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകളും യാത്രകളും വേണ്ടി വരുവാനും പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ പിടിപെടുവാനും യോഗമുണ്ട്. വ്യവസ്ഥകൾ പലതും പാലിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഗൃഹത്തിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ, അതായത് ഗൃഹത്തിൽ വന്നു ചേർന്നാൽ പോലും 1-2 മണിക്കൂർ ഒരു വിഹക വീക്ഷണം എന്ന നിലയിൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിച്ച് ഒരുപക്ഷെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരിക്കാം പ്രഥമ പ്രാധാന്യം. പല വിധത്തിലുള്ള ആവശ്യങ്ങളും അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ള സങ്കല്പത്തോടു കൂടിയൊക്കെ തന്നെ ജന്മനാട്ടിൽ താമസിപ്പിച്ച് വിദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വേറെ ചിലർക്ക് നിലവിലുള്ള രാജ്യത്തിൽ അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റു രാജ്യത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇങ്ങനെ ഒന്ന് പരിശ്രമിക്കുന്നത്. അത് അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാകുവാനും ഇടയുണ്ട്. പലപ്പോഴും ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് കഴിഞ്ഞ 1-2 വർഷമായിട്ട് പല വിധത്തിലുള്ള രോഗകാരണങ്ങൾക്കും വഴിയൊരുക്കുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും വ്യായാമത്തിന്റെ പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കാൻ ഇടവരും. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാധ്യത കാണുന്നു. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വരവും ചെലവും തുല്യമായിരിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഇനി ഒരു വർഷത്തേക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. അച്ഛന് പലവിധത്തിലുള്ള അസുഖങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ദൂരദേശത്ത് വസിക്കുന്നവർക്ക് ഈ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ഗൃഹത്തിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് സ്വല്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിക്കുവാനിടവരും. എന്നിരുന്നാലും ജോലിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ ഏറെക്കുറെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാർ ജോലികൾ വീണ്ടെടുക്കുവാൻ അവസരം വന്നു ചേരും. ശുഭകർമ്മങ്ങൾക്കും സത്പ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും രണ്ടാമത്തെ പകുതിയിൽ മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാനും സാധ്യതയെ കാണുന്നുണ്ട്. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ മേലധികാരി ഏൽപ്പിക്കുന്നതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ 1 വർഷത്തിന് ശേഷം പൂർത്തീകരിക്കുന്ന പദ്ധതികളായതുകൊണ്ട് ആ ഒരു വർഷം വരെ ആ പദ്ധതി പ്രദേശത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ഉള്ള സ്ഥലത്തിലായിരിക്കും താമസിക്കാനുള്ള സാധ്യത കാണുന്നത്. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. പലപ്പോഴും സ്വയം വരുത്തിവെച്ച അബദ്ധങ്ങളെ അതിജീവിക്കാനായിട്ട്
പരസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കലാ, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതുകൊണ്ടൊരു നേട്ടമൊന്നും കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് അതിൽ നിന്നും പിന്മാറി സുഹൃത്തുക്കൾ നിർദ്ദേശിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിക്കും. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും സമ്മർദ്ദവും ഉണ്ടാകുവാനിടയുണ്ട്. എന്നാൽ എല്ലാം തന്നെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടും യുക്തിപൂർവ്വമുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടും എല്ലാം ഏറെക്കുറെ ശുഭകരമാക്കി തീർക്കുവാൻ സാധിക്കും എന്നതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ ഫലങ്ങൾ. നമസ്കാരം.